ഇത്തവണത്തെ അതിഥി സഞ്ചരിച്ചത് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ തന്നെയാണ് എന്ന് വേണം പറഞ്ഞു തുടങ്ങാൻ. മേഴ്സിയും കരുണയും ദയാബായിയുമൊക്കെയായി വരച്ചിട്ട ചിത്രങ്ങൾ കൂടിയാണ് ആ ജീവിതം. ദയാബായിയാണ് ഇത്തവണ Q18 നമുക്കൊപ്പം. നമസ്കാരം. നമസ്കാരം. പാലാക്കാരുടെ പൂവരണിക്കാരുടെ മേഴ്സി മാത്യു ദയാബായി എങ്ങനെയായി എന്നുള്ളത് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും വീണ്ടും കേരളത്തിലേക്ക് തന്നെ വന്ന് സ്ഥിരതാമസമാക്കുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ ഇപ്പം. ആ ഒരു പഴയ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതെങ്ങനെയായിരുന്നു എന്ന് എങ്ങനെയാണ് പറയുക? അതൊരു ട്രാൻസ്ഫോർമേഷനായിട്ട് വാസ്തവത്തിൽ അതിപ്പോഴാണ് എനിക്ക് അത്രയും തുറന്നു പറയാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 18 ദിവസത്തെ നിരാഹാരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒത്തിരി ലിബറേറ്റഡ് ആയത്. ഉള്ളിൽ എൻ്റേത് മാത്രമായിട്ട് വെച്ചിരുന്ന സീക്രട്ട് പോലെയുള്ള അതൊരു ഫുൾഫിൽമെൻ്റ് ആയപ്പം അത് തുറന്ന് പറയാൻ തുടങ്ങി. എൻ്റെ ഒരു പ്രണയ ജീവിതമായിരുന്നു, ഒരു ലവ് അഫെയർ. അത് തുടങ്ങിയത് 3 വയസ്സുള്ളപ്പം. അന്നത് പ്രണയം എന്നൊന്നും പറയാനറിയത്തില്ല. 3 വയസ്സുള്ളപ്പം ഞങ്ങൾ 2 ഇരട്ടകൾ. ആദ്യത്തെ മമ്മയുടെ വീട്ടിലന്ന് കൊച്ചി രാജ്യത്താണ് ഞങ്ങൾ അതുവരെ വളർന്നു. അപ്പം 3-ാം വയസ്സിൽ പപ്പ ഇളയാളുണ്ടായപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആ യാത്രയാണ് വാസ്തവത്തിൽ എൻ്റെ ജീവിതയാത്രയുടെ തുടക്കം. അത് നീട്ടി പറയുന്നില്ല. പക്ഷേ ഇവിടെ പപ്പായുടെ മടിയിലിരുന്ന് കുറേ കഥകൾ കേൾക്കുമായിരുന്നു. പപ്പ ജയിലിലൊക്കെ ആയിരുന്നു കുറേ നാൾ. പിന്നെ പൊതുപ്രവർത്തനമായപ്പോഴും അപ്പം വീട്ടിലുള്ളപ്പം പപ്പായുടെ കൂടെ കിടക്കുമ്പോൾ ഇങ്ങനെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കഥ പറഞ്ഞുകൂടെ ഗാന്ധിയപ്പൂപ്പൻ്റെ കഥ പറഞ്ഞു. ഈ ഗാന്ധിയപ്പൂപ്പനെ ഈ കോട്ടിങ്ങനെ വലിച്ചൂരി എറിഞ്ഞിട്ട് ഒരു മുണ്ട് കൊടുത്ത് ഒരു പൂപ്പും പുതച്ച് തടി കൊണ്ടുള്ള ചെരുപ്പ് ഇട്ട് വടിയും കുത്തി ആളുകളുടെ ഇടയിലേക്ക് ഇങ്ങനെ നടന്നു മറിയുന്ന ആ ഇമേജാണ്. അവിടെയാണ് എൻ്റെ പ്രണയം തുടങ്ങുന്നത്. ഗാന്ധിയോടല്ല, ഇങ്ങനെ എന്തൊക്കെയോ ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു പുതിയ ലോകത്തേക്ക് പോകുന്ന ആ ലൈഫ്. മിഷനറി ഇപ്പം അതിലേക്ക് പോയിട്ട് അത് ഉപേക്ഷിച്ചിട്ട് പോയ ഒരാളാണ് എന്ന രീതിയിലൊക്കെ ചില അഭിമുഖത്തിലൊക്കെ. അപ്പം അങ്ങനെയല്ല സംഭവം. അല്ല, ഞാൻ 17-ാം വയസ്സിൽ പോയി മഠത്തിൽ. അത് ഇങ്ങനെയൊരു സ്വപ്നം വെച്ചാൽ, പക്ഷേ എനിക്ക് അവിടെയും ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സ്കൂൾ ഡേയ്സ് മുതൽ എന്നും ഒരു മിസ്ഫിറ്റാണ്. കാരണം എനിക്ക് ഈ മനസ്സിൽ ഇങ്ങനെയുള്ളത് കൊണ്ട് ഈ സ്കൂളിലൊരു ടീനേജിലൊക്കെ കൂട്ടുകാർക്കൊരു ചില തമാശകളും അതൊക്കെ എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഐക്കൂടില്ല. പിന്നെ ഞാൻ ഫിസിക്കലി ഇച്ചിരി വീക്കാ. ഞാൻ 10th 11th എനിക്ക് പീരിയഡ്സ് ആയതുപോലും. ബോഡി ഓൾസോ നോട്ട് ഡെവലപ്പ്. അപ്പോൾ എപ്പോഴും ഇവർ പറയും, നിനക്കൊന്നും അറിയത്തില്ലടി, നീ നപുംസകാടി എന്നൊക്കെ പറയും. ഇവരുടെ സെക്രട്ടറി. അപ്പോൾ ഞാൻ എന്നും അതിൻ്റെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അനുഭവിച്ചിട്ടുണ്ട്, ഒരു മിസ്ഫിറ്റായിട്ടുള്ള. നമ്മുടെ ഈ ഇപ്പം ചാരിറ്റി അല്ലെങ്കിൽ ആ രീതിയിലുള്ള പൊതുപ്രവർത്തനം ആത്മീയതയായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് ശരിയല്ല എന്നുകൂടിയാണോ പറയുന്നത്? അല്ലെങ്കിൽ അത് കൃത്യമായിട്ടല്ല പോകുന്നത്, അങ്ങനെയാണോ? ഇല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. എനിക്ക് എൻ്റെ ഇതേ ഞാൻ പറയുള്ളൂ. ഓരോരുത്തർക്കും ഓരോ, ഞാൻ പറഞ്ഞില്ല എൻ്റെ പ്രണയം അതാ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ ആ വഴിയെ പോകാൻ അതും ഇതും കൂടെ മാച്ച് ചെയ്യല. ഇച്ചിരി കംഫർട്ടബിളായി ഞാൻ കാണുന്ന ഇന്നിപ്പോൾ എനിക്കത് ബാക്കി പറയും. ഒത്തിരി അൺസർട്ടൺ ഇൻസെക്യൂർ ലൈഫ് ഒന്നുമില്ലാതെ വഴിയിൽ കൂടെ നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യും. അത്രയും കാലം മധ്യപ്രദേശിൽ കേരളത്തിലേക്ക് കാസർഗോഡേക്ക് വരാം എന്ന് തീരുമാനിക്കുന്നു. അതൊരു വലിയ തീരുമാനമായി പോയില്ല? അതെന്തുകൊണ്ട് കൂടിയാണ്? എൻ്റെ ഇതെല്ലാം പെട്ടെന്നാണ് തീരുമാനം. എന്നിട്ട് ഞാൻ കോൺവെൻറ്റ് വിട്ട് കഴിഞ്ഞിട്ട് എന്നോട് വീട്ടിൽ പോകാൻ ടിക്കറ്റും ബുക്ക് ചെയ്താൽ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല. അവരുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ആദിവാസി മേഖലയിൽ എന്നെ തോട്ടപ്പണിക്കാരിയാക്കിയിട്ട് ആക്കാനാണ് ഞാൻ പറഞ്ഞത്. മാലി. നോ എനിക്കൊത്തിരി കഴിവൊക്കെ ദൈവം, നീ വീട്ടിൽ പോകും, ഡോക്ടറാകുക, അങ്ങനെ സെർവ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ മദർ. അവസാനം അവർ തീരുമാനിച്ച് വേറൊരു ആദിവാസി ഏരിയയിൽ വിട്ട് തന്നെ ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റും. 100% ട്രൈബൽസ് ഉള്ള ഒരു സ്കൂളിൽ. അവിടെ നിന്നാണ് എൻ്റെ ജീവിതം തനിയെ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഈ വഴി കിട്ടാതെ നടന്നിട്ട് ഞാൻ
ബൈബിളിൽ കൂടെ ഒരു നീണ്ട യാത്ര. ബൈബിൾ ആദ്യം മുതൽ വായിച്ച് എന്നെ സ്ട്രൈക്ക് ചെയ്തത് ആ ദൈവം മനുഷ്യനാകുന്ന രീതി. ഒരുപാട് പേരെ പ്രൊഫഷനെയൊക്കെ വിട്ടു ഈ ലോകം നന്നാക്കാൻ. മനുഷ്യബന്ധങ്ങൾ ശരിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദറിനെ കൊല്ലുന്നു, ഇങ്ങനെയൊക്കെ. അപ്പം പലരും വന്ന് പ്രസംഗിച്ചു, ഇതൊക്കെ ആയിട്ടും ലോകം നന്നാകുന്നില്ല. അവസാനം ദൈവം തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. ഞാനതിൽ ഇങ്ങനെ അവരിന്ന് തീരുമാനിക്കും നമ്മൾ തന്നെ പോകണം. അപ്പം പിതാവ് പറയും, നീ ദൈവമായിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അവരിലൊന്നായിട്ട് പോകണം. ഈ മദർ തെരേസയുടെ പ്രവർത്തനങ്ങളോടും അന്ന് ചേർന്ന് അവരുടെ കൂടെ ജോലി ചെയ്തു. പക്ഷെ അതും അങ്ങനെ ചേർന്ന് പോകാൻ പറ്റിയിരുന്നില്ല, അല്ലെങ്കിൽ അത് വിചാരിച്ച പോലെ ആയിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എൻ്റേതും എല്ലാം ഞാൻ അവരുടെ കൂടെ തുടങ്ങിയത് എങ്ങനെ, കുറച്ച് നാൾ വഴി കാണാഞ്ഞിട്ട് ഞാൻ ബോംബെ തെരുവിൽ കൂടെ തെണ്ടി നടന്ന പോലെ നടന്നു. ബസ് സ്റ്റാൻഡിൽ നിൽക്കും, അവിടെ നിന്ന് പോയിക്കും, ഗുരുദ്വാരയിൽ പോയി ഭക്ഷണം കഴിക്കും, വൈകുന്നേരം വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കും. ഒത്തിരി പേര് അവിടെ വന്ന് കിടക്കുന്നുണ്ടല്ലോ. അതുപോലെ ഒരിക്കലങ്ങനെ വന്നിരുന്നപ്പോൾ ആരോ, ഞാൻ ഇച്ചിരി ഇന്നസെൻറ്റുമാണ്, ആണുങ്ങളെന്തോ വട്ടം കൊണ്ടിരുന്ന് അവിടെയുള്ള മീറ്ററിന് ആ സ്ത്രീ സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞു. എന്നിട്ട് എന്നോട് വന്ന് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നു? ഞാൻ നുണയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു റിലേഷൻ വരുന്നുണ്ട്, ഞാൻ കാണാമെന്ന്. എവിടെ നിന്നാണ് വരുന്നത്? എന്നിടത്ത്. അവിടെ നിന്ന് ഇപ്പോൾ ട്രെയിനിലില്ല. അപ്പം വേറൊരു തവണ പറഞ്ഞു, എനിക്കറിയില്ല എക്സാക്റ്റ്, ഞാനൊരു ഹോസ്റ്റലിലെ ഗേറ്റ് ഇപ്പം രാത്രിയിൽ അടയ്ക്കാതൊന്നും എനിക്കിപ്പോൾ പോകത്തില്ല, ഞാൻ രാവിലെ പൊക്കോളാം. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, അയാളുടെ ഓഫീസ് കാണിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ വാദത്തിൽ ഇവിടെ ഇരുന്നു, വേർ ദർ ഈസ് ഹണി ഫ്ലൈസ് വിൽ ഗ്യാദർ എന്നൊരു വാക്കും കൂടെ പറഞ്ഞു. ഈ ആണുങ്ങൾ വട്ടം ഇട്ടത് നമ്മൾ. അന്ന് ഞാൻ അവിടെ നിന്ന് പോയി. പിന്നെ ഈ തെരുവിക്കൂടെയുള്ള ഈ ജീവിതം നിർത്തി ഞാൻ നേരെ മദർ തെരേസയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണ് പോയത്. ഇത് ബോംബെയിലായിരുന്നല്ലോ. അവർക്ക് 2 ഹൗസുണ്ട്, ഒന്ന് ചിൽഡ്രൻസ് ഹോം വില്ലപ്പാർല, മറ്റേത് ഓൾഡ് ഏജ് ഹോം സാന്റക്രൂസിൽ. സിസ്റ്റേഴ്സ് താമസിക്കുന്ന വില്ലപ്പാർലയിൽ. അപ്പം ഞാൻ അവിടെ ചെന്നിങ്ങനെ പറഞ്ഞു, വോളണ്ടിയറായിട്ട് പറഞ്ഞു, ചേരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ ഐ വാസ് ട്രൈങ് ഓൾസോ. ഇവിടെ എനിക്ക് വൊക്കേഷൻ എനിക്ക് ക്ലിക്ക് ചെയ്യണം, ഞാൻ പറയും ചേരും. പക്ഷേ അവിടെ അങ്ങനെ നിർണ്ണയിച്ചിട്ട് ഡിൻ ക്ലിക്ക്. പിന്നെ ഞാൻ അവിടെ നിന്ന് വിട്ടു. അപ്പോഴും പ്രധാന ചോദ്യം, ആതുര സേവനം വരെ പറഞ്ഞു. എന്നിട്ട് ആദിവാസികളുടെ ഉന്നമനത്തിന് പ്രവർത്തിക്കുന്ന ദയാബായി ആയത് എപ്പോഴാണ് എന്നുള്ളത്? ഞാൻ ഈ റെഫ്യൂജി ക്യാമ്പിൽ ഞാൻ കരുണയായിരുന്നു. കാരണം ബംഗാളികൾ മോഷി എന്ന് വിളിക്കും. എനിക്കപ്പോൾ ഒരു ഇൽ ഫീലിങ്, ഈ ഇംഗ്ലീഷ് പേരും അവരുടെ പേരുമായിട്ട് ഒരു വലിയ ഗ്യാപ്പല്ലേ. അവിടെ ഞാൻ കരുണയാക്കി. ഇതൊക്കെ കഴിഞ്ഞ് ബംഗ്ലാദേശിൽ നിന്ന് വന്നിച്ചിട്ട് ഞാൻ നേരെ MSWനാണ് വന്നത്. അവിടെ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. ഈ അമേരിക്കൻ സിലബസുമായിട്ടുള്ള ഈ സ്റ്റഡിയും 3 ദിവസം ഫീൽഡ് വർക്ക് ബോംബെ സിറ്റിയിൽ. ഞാൻ ഈ വടക്കേ ഇന്ത്യയിലെ ആദിവാസികളെല്ലാം കണ്ട് എൻ്റെ മനസ്സാഗ്രഹിച്ച അവരുടെ ഇടയ്ക്ക്. അപ്പം ഞാനത് വിട്ടു. പക്ഷേ എൻ്റെ കോളേജ് ആഗ്രഹിച്ച് ഞാൻ നിൽക്കാൻ ഞാൻ ഒത്തിരി കൂട്ടങ്ങൾ എഴുതിയാണ് കൊടുത്തു. നിങ്ങൾ പറയുന്നു 75% ഓഫ് പീപ്പിൾ ആർ ഇൻ ദ റൂറൽ ഏരിയ. പക്ഷേ ഈ റൂറൽ ഏരിയ ജോലി ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊന്നുമില്ല. ദെർഫോർ ഐ ആം ലീവിങ്. അത് കഴിഞ്ഞാണ് ഈ ഹരിയാനയിലൊക്കെ ഞാൻ അവിടെ ഫ്ലഡ് റിലീഫിൽ അവിടെ പോയി. അവിടെ ഇങ്ങനെയുള്ളിടത്തൊക്കെ വോളണ്ടറി വർക്കാണ്. നമുക്ക് ഭക്ഷണം കിട്ടും, താമസിക്കാൻ ഒരിടം കിട്ടും, അത്രയൊക്കെ ഉള്ളൂ. അവിടെ എല്ലാവരുടെയും പേര്, സ്ത്രീകളുടെ പേരിൽ ഒരു വതിയുണ്ട്. ഞാൻ ദയാവതിയായിരുന്നു അവിടെ. ഇവിടെ വന്നപ്പം ദയാബായി ആയി. കാരണം ഇവിടെ ഈ ബായി എന്ന് പറയുന്ന അമ്മ മോളെയും വിളിക്കും, മോൾ അമ്മയും വിളിക്കും, ചേച്ചി അനിയത്തിയും വിളിക്കും. ബായി ഒരു നല്ല അഫെക്ഷനേറ്റ് അമ്മ. അതേസമയം ഇവർ ഈ വലിയ ആൾക്കാരുടെ ഇടയ്ക്ക് പൊതു സ്ഥലത്ത് ബസ്സിലോ വലിയ കടകളിലൊക്കെ ചെല്ലുമ്പോൾ മറ്റുള്ള ബായി ഹട്ടിജാവ ഇങ്ങനെ. ഈ ബായി എന്ന് പറയുന്ന ഏറ്റവും താഴ്ന്നവരുമാണ്. ഞാനത് രണ്ടുമായി. സോ ഐ അക്സെപ്റ്റഡ് ദാറ്റ് നെയിം ആസ് ദയാബായി. അങ്ങനെ ദയാബായിയായിട്ട് ആ ഒരു ജീവിതത്തിലേക്ക് വരുന്നു. പിന്നെ അങ്ങോട്ടുള്ള വർഷങ്ങൾ നടത്തിയത് പോരാട്ടം, ഈ വലിയ പോരാട്ടം മുഴുവൻ നടത്തിയത് വലിയ, അത് ചെറിയ ആൾക്കാരൊന്നുമല്ലല്ലോ. ഭൂവുടമകൾ, പിന്നെ പോലീസുകാർ, രാഷ്ട്രീയക്കാർ, വലിയ വെല്ലുവിളികളായിരുന്നില്ലേ ആ സമയത്ത്? അതൊക്കെ അന്നേരം ഇതൊന്നും പ്ലാൻ അല്ല.
ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ അത് ഡീൽ ചെയ്തു. പിന്നെ ഞാൻ നിയമം പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനും കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ ഒരു കോമൺ സെൻസും ഉണ്ട്. പിന്നെ എൻ്റെ ഫാമിലിയിലും ഉണ്ട്. എൻ്റെ ഫാദറിൻ്റെ ഒരു അനിയനും ഒക്കെ കോർട്ടിൽ ലോ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും കേസ് വാദിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇൻഹെറിറ്റഡ് ക്വാളിറ്റി ആയിരിക്കാം. പിന്നെ ലോ ഞാൻ പിന്നീടാണ് പഠിച്ചത്. പക്ഷെ ഞാൻ ലോ പഠിക്കുന്നതിന് മുമ്പ് എനിക്കൊരു വലിയ മോഹം ഉണ്ടായിരുന്നു. ഈ ശാരദയൊക്കെ കോർട്ടിൽ നിന്നുകൊണ്ട് ആ പ്രാക്ടിക്കോ അങ്ങനെ നിന്ന് വലിയൊരു ഫൈറ്റ് ചെയ്യുന്നു. ഞാൻ പഠിക്കാറായപ്പോഴത്തേനും എനിക്ക് തോന്നി ഈ ആളുകളുടെയൊക്കെ കൂടെ ഇടപെട്ടപ്പോൾ എനിക്ക് തോന്നി നമ്മളുടെ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം ഈ താഴ്ന്നവർക്ക് പറ്റുന്നതല്ല. പക്ഷെ അത് ഈ ലാൻഡ് ലോഡ്സ് അവരൊക്കെ ഇത് സമ്മതിച്ചിരുന്നു തുടക്കത്തിൽ? ലാൻഡ് ലോഡ്സ് അല്ല, എൻ്റെ അവിടെ ഞാൻ മധ്യപ്രദേശിൽ ചെന്ന് ശരിക്കും ലാൻഡ് ലോഡ്സ് ആദിവാസികൾ. ഇവർ 11 സെഞ്ച്വറീസ് ഭരിച്ചിരുന്ന രാജവർഗം. ഒരു ഹൈ ആണ്. ലാൻഡ് ഇഷ്ടം പോലെയുണ്ട്, അറിവില്ല. അതുകൊണ്ട് അവർ ഈ ട്രേഡേഴ്സ് വ്യാപാരികളുമായിട്ട് ചൂഷണം ചെയ്യപ്പെട്ടതാണ്. ആ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അത് എനിക്ക് അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കാരണം ഈ കടം കൊടുത്ത് ഇവർ അവിടെ ആദിവാസികളുടെ ലാൻഡ് മറ്റുള്ളവർക്ക് മേടിക്കത്തില്ല. പക്ഷേ എൻ്റെ മുന്നിൽ പല കേസുകളുണ്ടായ ആളുകൾക്ക് കടം കൊടുത്ത് കടം കിട്ടുകയെന്നായപ്പം അവരുടെ ലാൻഡ് എടുത്ത് ഫേക്ക് നെയിമിൽ രജിസ്റ്റർ ചെയ്ത് അവരെടുക്കും. അങ്ങനെ ഒത്തിരി ഞാൻ തിരിച്ചു കൊടുപ്പിച്ചിട്ടുണ്ട്, പൈസ വില പോലും കൊടുക്കാതെ. ഈ എനിമിറ്റി ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന അതുകൊണ്ട് പല്ല് പോയി അങ്ങനെ കുറെ കാര്യങ്ങൾ. പല്ല് പോയത് ഒരു പോലീസ് ഇൻസ്പെക്ടർ, ഒരു FIRന്റെ വിലയാണ്. അതൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക്, അതൊക്കെ എങ്ങനെ? അതൊന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഓർക്കപ്പുറത്ത് പോയി. പിന്നെ എനിക്കിത്ര എന്ന് പറയാനുള്ളൂ. ഇന്ന് ഇതെല്ലാം സംഭവിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇതെൻ്റെ ആ നിരാഹാരം കഴിഞ്ഞാൽ ഇതെൻ്റെ. അതിനു മുമ്പ് കൊറോണയുടെ സമയത്ത് ഞാൻ ഇങ്ങനെ നടക്കുമ്പം സ്കൈ വാസ് ബ്യൂട്ടിഫുൾ. അപ്പം ഞാനിങ്ങനെ കൈയും കൊട്ടി, ഇതെൻ്റെ മൊബൈലിലുണ്ടായിരുന്ന യേശുദാസ് പാടിയ ആ പാട്ട്, ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. അതിന്ന് 2 വാക്ക് എനിക്ക് എൻ്റേതായി. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഇത് ഞാൻ പാടുമ്പോൾ എൻ്റെ പട്ടികൾ എൻ്റെ കൂടെ വന്ന് ഈ സ്കൈ ഇങ്ങനെ കണ്ടിട്ട് ഞാനിങ്ങനെ അവർ ഡാൻസ് ചെയ്യും. ഇന്നിപ്പോൾ അവരുടെ പാട്ടാണ്. ഞാൻ അവിടെ ഇല്ലെങ്കിലും ഫോണിൽ പാടി കേൾപ്പിക്കുക. അവർ ഫോൺ കൊടുക്കും, അവർ കൈയും കൂട്ടി ഇരുന്നുകൊണ്ട് ഇങ്ങനെ താളമൊക്കെ ഇടും. സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത ഒരു ജീവിതം, അത് കഷ്ടപ്പാടിൻ്റെ, അത് ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യത്തിൻ്റെത്, ഈ ഒരിക്കലും തോന്നിയിട്ടില്ല ഞാനൊരു ദുർഘടമായിട്ടുള്ള ഒരു പാതയിലാണ്, ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടേ? വേണ്ടിയിരുന്നില്ല എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ഇനി എങ്ങോട്ട് എന്നുള്ള തോന്നിയ ഒരു കാലമുണ്ടായിരുന്നു, വഴിയറിയാൻ മേലാതെ. അതർവൈസ് ഇത് ഞാൻ എൻജോയ് ചെയ്തു. ട്രബിളുണ്ടായിരുന്നു, വേദന തോന്നു, കരഞ്ഞു, ഇതൊക്കെ തോന്നി, ഹെൽപ്ലെസ്. ബട്ട് I enjoyed that. There was a sense of fulfillment. മധ്യപ്രദേശിലെ ആദിവാസികളുടെ കാര്യമാണ് പറഞ്ഞത്. അതേസമയം അതേ കാലഘട്ടത്തിൽ കേരളത്തിലെ ആദിവാസികളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? കേരളത്തിലെ ആദിവാസികൾ ഞാൻ ഇടപെട്ടില്ല. പക്ഷേ ഇവിടെ എനിക്ക് അറിയത്തില്ല ഇവിടെ ഈ ലോ ഉണ്ടോയെന്ന്. ഈ ലാൻഡ് ലോ ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻ്റാണ്. ഈ ആദിവാസികളുടെ ലാൻഡ് മറ്റുള്ളവർ വാങ്ങിക്കാതെ ഈ ഉള്ള ലാൻഡ് പ്രൊട്ടക്ഷൻ ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഒത്തിരി കൂടെ വ്യത്യാസപ്പെടുമായിരുന്നു. ഇത് ഈ വയനാടും എല്ലാം ഈ മൈഗ്രേറ്റ് ചെയ്തവരവരുടെ ലാൻഡ് വാങ്ങിച്ച് ദേ ആർ ഔട്ടിനോ, അട്ടപ്പാടി ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത്. അതെനിക്കൊരു ഭയങ്കര ഫീലുണ്ട്. പിന്നെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈ ആദിവാസികൾ ഇന്നും ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്ന, ഇന്ന് അവർക്ക് ചില ഹൗസിങ് എന്തൊക്കെയോ അങ്ങോട്ടോ ഏതാണ്ടോ ഒക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കാം. പക്ഷേ ഇവർക്ക് ആ കമ്മ്യൂണിറ്റി ലൈഫ് അവിടെ ഒന്നും കിട്ടുന്നില്ല. ഒരു വീട് എവിടെയെങ്കിലും ഉണ്ടാക്കി കൊടുത്തതുകൊണ്ടായില്ല. കേരളത്തിൽ ഒരുപാട് ആദിവാസി സമരങ്ങൾ നടന്നിട്ടുണ്ടല്ലോ ഭൂമിക്ക് വേണ്ടിയിട്ടാണ്. അതൊക്കെ അവിടെ നിന്ന് കണ്ടപ്പോൾ എന്താ തോന്നിയത്? അത് ആ സമരങ്ങൾ ശരിക്കും ലേറ്റ് എന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി ദേ ആർ ഔട്ട് ഓഫ് ദെയർ ലാൻഡ്. മധ്യപ്രദേശിൽ ഇത് വളരെ പ്രൊട്ടക്റ്റഡാണ്. ഒന്ന് ഇവരായിരുന്നു ഭരിച്ചിരുന്നവർ, പിന്നെ നിയമം അവരെ സംരക്ഷിക്കുന്നുണ്ട്. അവരുടെ ആദിവാസിയുടെ ലാൻഡ് വേറൊരാൾക്ക് വാങ്ങിക്കാൻ പറ്റുകയില്ല.
കേരളത്തിലെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ ഇതുവരെ ശരിക്കും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല, അങ്ങനെയാണോ? എനിക്കത് ശരിക്കും പറയാൻ അറിയില്ല, പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് റിയലി ഓൺ ദ വേ. ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരിച്ച സർക്കാരുകൾ ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം നിയമത്തിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെട്ട പാർട്ടി. ദേ ഹാവ് ദെയർ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. ഈ കാസർഗോഡ് തന്നെ എനിക്കറിയാം, ഈ പിന്നെ ഓരോ ഇലക്ഷനും അവിടെ പോയി അത് കൊടുത്തു എടുത്തു, നാരങ്ങ കൊടുത്തു, ഓറഞ്ച് കൊടുത്തു, വോട്ട് മേടിച്ചു. വാട്ട് ഹാപ്പൻ? ഈ പിന്നെ എൻഡോസൾഫാൻ തന്നെ സർക്കാർ തന്നെ ചെയ്തു വെച്ച മണിയല്ലേ. എന്നിട്ടും വാട്ട് ഈസ് ഹാപ്പൻ? ഞാൻ നിരാഹാരം കിടന്നപ്പം പറഞ്ഞത് 2017 കഴിഞ്ഞുള്ള ഒരു ലിസ്റ്റിലുള്ള ക്യാമ്പ് നടത്തുമെന്ന്. ക്യാമ്പിന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തു. 29,000 കൂടുതൽ ആപ്ലിക്കേഷൻ വന്നു. ഇന്ന് വരെ ക്യാമ്പ് നടന്നിട്ടില്ല. മാത്രമല്ല 2011 കഴിഞ്ഞ് ലിസ്റ്റിൽ കൊണ്ടായി ഡോക്ടേഴ്സ് ഇരുന്ന് ടെസ്റ്റ് ചെയ്ത് ലിസ്റ്റിലാക്കി സർക്കാർ ഓഫീസേഴ്സ് ഓക്കെ ചെയ്ത് ഇന്ന് വരെ എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചവരെ പോലും ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി. ഇതൊക്കെ എന്ത് ന്യായമാണ്? അവരെയാണ് ശിക്ഷിക്കേണ്ട, ആ ഡോക്ടർമാരെ, ആ ഓഫീസർമാരെ. ഇതല്ലായിരുന്നെങ്കിൽ അന്ന് എന്തിനാണ് ഉൾപ്പെടുത്തിയത്? അപ്പം ഇവർക്ക് തോന്നിവാസം കളിക്കാം. ഗവൺമെന്റ് അല്ല ഇത് ചെയ്തതും. സർക്കാരിന് അത് കൃത്യമായിട്ടൊരു വീഴ്ചയുണ്ട് ഇതിനകത്ത്. ഡെഫിനറ്റ്ലി. അന്ന് എൻഡോസൾഫാന്റെ നിരാഹാര സമരം വരെ നടന്നു. ആ സമരം സർക്കാർ ശരിക്കും കൺസിഡർ ചെയ്തിട്ടില്ല എന്നൊരു പരാതിയാണോ ഉള്ളത്? അന്ന് ഒരു കൂട്ടം മാത്രം പറഞ്ഞു, ഞങ്ങൾ ചർച്ചയ്ക്ക് പോലും എടുക്കുകയില്ല. അതും കംപ്ലീറ്റ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നും കൂടെ റെപ്രസെൻറ്റേഷനൊക്കെ വന്നപ്പോൾ കേന്ദ്രത്തിൽ പറയുന്നത് കേരളത്തിലേക്ക് ഒരു എയിംസ് വരും. പക്ഷെ അത് എവിടെയായിരിക്കും എന്നുള്ള അത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ് ഏത് ഡിസ്ട്രിക്റ്റ് വേണമെന്ന് പ്രപ്പോസ് ചെയ്യേണ്ടത്. അവർ കോഴിക്കോടും വെച്ചുകൊണ്ടായിരിക്കുന്നത്. എന്ത് ന്യായം? അത് ഈ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ തീരുമാനിക്കുന്നത് നടത്തും. ഇവിടെ ജ്ഞാനാധിപത്യമല്ലേ, ജനാധിപത്യമാണോ? ഫോർ ദ പീപ്പിൾ, വിത്ത് ദ പീപ്പിൾ, ബൈ ദ പീപ്പിളാണ് വേണ്ടത്. ഈ കാസർഗോഡ് ഇതുപോലൊരു ഒരേ ഒരു ജില്ല മെഡിക്കൽ കോളേജ് ഇല്ലാത്തത്, ഒരേ ഒരു ജില്ല ഇതുപോലെ രോഗികളും വിചിത്രമായ രോഗികളുമുള്ളത്, ഡയഗ്നോസ് ചെയ്യാൻ പോലും പ്രയാസമുള്ളത്. അതിന് നല്ല ഒരു റിസർച്ചും ഡയഗ്നോസ്റ്റിക് സെൻറ്ററും ചെയ്യാവുന്നത് എയിംസേ ഉള്ളൂ. ഇപ്പോൾ കാസർഗോഡ് പോലെ ഒരു സ്ഥലത്ത് എയിംസ്, കാസർഗോഡ് ജില്ലയിൽ എയിംസ് വേണമെന്ന് ആ രീതിയിൽ ആവശ്യങ്ങൾ ശരിക്കും ശക്തമായിട്ട് വരുന്നില്ലല്ലോ. വരുന്നുണ്ടോ? വരുന്നൊക്കെ ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം പോലും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്, ഇതായിരിക്കും പുള്ളിയുടെ പ്രധാന അജണ്ട, കാസർഗോഡ് എയിംസ് കൊണ്ടുവരാൻ. സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിനെ നന്നായിട്ട് വിമർശിക്കുന്ന ഒരു കൂട്ടത്തിൽ കൂടിയാണ് ഞാൻ. ഇടതുപക്ഷമൊന്നുമല്ല, എനിക്ക് പക്ഷമൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ വന്നപ്പോൾ മുതൽ കണ്ടത് ഇവരെയല്ലേ ഭരിച്ചു കണ്ടത്. ഞാൻ 2018 എൻഡോസൾഫാനിൽ ആദ്യം വരുന്നത്. ഇവരാണ് അന്ന് മുതൽ. സിൽവർ ലൈൻ സമരത്തിലും ഉണ്ടായിരുന്നു സർക്കാരിനെ വിമർശിച്ചിട്ട്. അന്നല്ലേ പറഞ്ഞത് ഞാൻ തീരുമാനിക്കുന്നത് നടപ്പാക്കും. എങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റും? അതാ ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് പറയാമായിരുന്നു. അതൊരു ഏകാധിപതിയായിരുന്നു. അതുപോലെ ഈ വേഷത്തിൻ്റെ ഈ യഹൂദന്മാരെല്ലാം സ്റ്റാർ, ഒരാൾക്ക് നമുക്ക് ഞാൻ കറുത്തത് ഇടും മനപ്പുറം. ഇനി മുഖ്യമന്ത്രിയെ കാണാൻ പോയാൽ ഞാൻ കറുത്തത് ഇട്ടുകൊണ്ടേ പോവുള്ളൂ. അയാൾ എനിക്ക് അപ്പോയിൻമെൻറ്റ് തരികയില്ല, എനിക്കറിയാം. ഞാൻ ചോദിച്ചപ്പോഴൊന്നും തന്നിട്ടില്ല. കടുത്ത ഇടതുപക്ഷ പക്ഷമല്ല, മുദ്ര കുത്തപ്പെടും ദയവായി. അത് കുഴപ്പമില്ല, എനിക്ക് എന്നെ മുദ്ര കുത്തിയാലും കുഴപ്പമില്ല. ഇടത് സർക്കാരും ഇടതു പാർട്ടികളും ഒന്നും ചെയ്യുന്നില്ല എന്നുകൂടിയാണോ പ്രത്യേകിച്ച്? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇതൊരു പ്രയോറിറ്റിയാണ്. ഇത്രയും കുട്ടികൾ, ഞാൻ ഒരു ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ്മെൻറ്റ് വായിച്ചതാണ്. ജസ്റ്റിസ് ദേവേന്ദ്ര രാമചന്ദ്രൻ, ഒരു പേഷ്യൻ്റ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കടം മേടിച്ച് അവസാനം ക്യാൻസർ പേഷ്യൻ്റ് കാസർഗോഡിലെ ജപ്തിയായി.
ആൾ ഹൈക്കോർട്ടിൽ പോയി. ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ കാസർഗോഡിലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് ചികിത്സ കൊടുക്കേണ്ടത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. അൺഫോർച്ചുനേറ്റ്ലി അവരതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. എൻഡോസൾഫാൻ ആണോ അല്ലയോ, ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഓരോ വ്യക്തിക്കും പൂർണ്ണമായിട്ടൊരു ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ ഒരു ഇനീഷ്യേറ്റീവ് സർക്കാർ എടുക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഇപ്പം മന്ത്രി കെ രാധാകൃഷ്ണൻ, അദ്ദേഹം മുൻ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ആദിവാസി ഊരുകൾക്ക് ഈ കോളനികൾ എന്നുള്ളൊരു പേര് വേണ്ട, അത് നഗർ എന്ന് വിളിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നല്ലോ. അങ്ങനെ ശ്ലാഘനീയമായിട്ടുള്ള ചില മാറ്റങ്ങൾ, ചില തീരുമാനങ്ങൾ അതൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ടും ബേസിക് ഇവർക്ക് ജീവിക്കാനുള്ള അവകാശം അതിനില്ല. ഈ കഴിഞ്ഞ കൊല്ലം പോലും സുപ്രീം കോർട്ട് പറഞ്ഞ 1600 രൂപ പോലും മാസങ്ങൾ കിട്ടാതെ ഓണത്തിൻ്റെ സമയത്ത് ഇവരമ്മമാർ ഇലയിലൊന്നുമില്ലാതെ ഇരുന്ന് സമരം ചെയ്തു. ഒരു തവണ പിറ്റേ ദിവസം അവർക്ക് പൈസ കിട്ടി. ഈ കഴിഞ്ഞ തവണ അങ്ങനെയും കിട്ടിയില്ല. അങ്ങനെയും സമരം ചെയ്തിട്ട് അവർക്ക് സുപ്രീം കോർട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നതാണ്. അതുപോലും കൊടുക്കാൻ ഇവർക്ക് പൈസയില്ല. നെല്ല് കൃഷി ചെയ്തവർക്ക്, ഞാൻ കേരളത്തിൽ അരിഭക്ഷണം കുറേ നാളായിട്ട് കഴിക്കുന്നില്ല. കാരണം അരിഭക്ഷണം കഴിക്കുമ്പോഴത്തേനും മനസ്സിൽ കിടക്കുന്ന ഈ തൂങ്ങിക്കിടക്കുന്ന നെല്ല് കൃഷി ചെയ്തവർ പൈസ കിട്ടാഞ്ഞിട്ട് എത്ര പേര് ആത്മഹത്യ ചെയ്തു. എങ്ങനെ നമ്മൾ മനസാക്ഷിയോടെ ചോറുണ്ണാൻ പറ്റും? നമ്മളത് മേടിച്ച് വെച്ചിട്ട് പൈസ കൊടുക്കാത്ത എന്തുകൊണ്ട്? അതിനൊന്നും പൈസയില്ല. ഇവർക്ക് ഒരല്പം ഒന്ന് തുമ്മിയാൽ അവർക്ക് ചികിത്സിക്കാൻ വിദേശയാത്രയ്ക്ക് പോകാൻ പൈസയുണ്ട്. ഈ എത്ര മന്ത്രിമാരാ വിദേശയാത്രയ്ക്ക്, എന്ത് നന്മ ഇവിടെ കൊണ്ടുവന്നു? ആരുടെ ചെലവിൽ പോയി? മക്കളുടെ മക്കളും ഒക്കെ കൂടെ പോകുന്നു. അതിന് പൈസയുണ്ടോ? ആരുടെ സ്വന്തം ചെലവിലാണോ പോയത്? ഇവർക്ക് ജീവിക്കാൻ അത്യാവശ്യമുള്ള ഇതുപോലും കൊടുക്കാൻ പൈസയില്ല. ഇവർ ജീവിതകാലം മുഴുവനും മെനക്കെട്ടി നെല്ലുണ്ടാക്കി കഴിഞ്ഞാൽ അത് മേടിച്ചെടുത്തേച്ച് ഇവർ തൂങ്ങി മരിക്കേണ്ടി വരുന്നു. വളരെ ഷാർപ്പായിട്ട് അങ്ങനെ വിമർശിക്കുമ്പോൾ ഇതിനൊരു ഇപ്പം മധ്യപ്രദേശിലെ ഒരു രീതിയല്ല കേരളത്തിൽ. സ്വാഭാവികമായിട്ടും ഒരു ബാക്കപ്പ് വേണ്ടി വരില്ലേ, പിന്തുണ വേണ്ടി വരില്ലേ? അങ്ങനെ ഒരു പിന്തുണ കേരളത്തിന് കിട്ടുമോ? ആർക്ക്? എനിക്കോ? ഞാൻ പിന്തുണയൊന്നും നോക്കുന്നില്ല. എനിക്കാകെ പ്രതീക്ഷയുള്ളത് നമ്മളുടെ ഭരണഘടനയിൽ. എനിക്കിപ്പോൾ ഈ അടുത്ത കാലത്തെല്ലാം പേടിയായിരുന്നു ഇത് മാറ്റിമറിക്കുമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഇത് ഈ ഇലക്ഷൻ അത് തെളിയിച്ചു. തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, പിന്മാറുകയും ചെയ്തു. അതെന്തുകൊണ്ട്? അത് ഞാൻ വാസ്തവത്തിൽ എൻ്റെ ബ്ലഡിൽ അതില്ല. ഞാനൊരു ഗ്രാസ് റൂട്ട് പേഴ്സണാണ്. പക്ഷേ ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് എല്ലാവരും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി വന്നാൽ ഏകദേശം ഒന്ന് സമ്മതിച്ചു. പക്ഷേ ആ സമയത്ത് എന്തോ ആവശ്യത്തിന് ഞാൻ മധ്യപ്രദേശിൽ പോയി. അവിടെ ഭയങ്കരമായിട്ട് ഈ സ്റ്റോമും പിന്നെ ഇതെല്ലാം ആയതുകൊണ്ട് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്ത് ദൈവം തന്നെ ഇടപെട്ട് അത് മാറ്റിവിട്ടതാണ്. എനിക്കതിന് സങ്കടമില്ല. ദാറ്റ്സ് നോട്ട് മൈ ലൈഫ്. ഈ എൻഡോസൾഫാൻ വിഷയം കൊണ്ട് മാത്രം വേറൊന്നുമില്ല. അതായത് ഇപ്പം ഞങ്ങളൊരു സെൻറ്റർ തുടങ്ങി. അതിങ്ങനെ ഒരു സെൻറ്റർ അവിടെ തുടങ്ങിയിട്ട് ചെയ്യാൻ അവിടെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. ഒരു സെൻറ്റർ മാത്രമല്ല, സോ മച്ച് ടു ഡു. അപ്പം ഐ തിങ്ക് ഐ നീഡ് ടു ബി ഹിയർ. എനിക്കൊരു NGO ഒന്നും ഉണ്ടാക്കാൻ പ്ലാനുള്ളതല്ല. പക്ഷേ ഇവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ഇനി അത് നന്നായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്യണേ. ഐ നീഡ് ടു ബി ഹിയർ. പിന്നെ മധ്യപ്രദേശിലേക്ക് ഒരു മടക്കം അല്ല, അത് തീർന്നിട്ടില്ല, വിട്ടുകൊടുത്തില്ല. അതിപ്പോൾ ആരെങ്കിലും ഏൽപ്പിക്കും പതുക്കെ. ഇറ്റ് ടേക്സ് ടൈം. ഏകദേശം കുറേ മാസങ്ങളോ ഒരു വർഷമൊക്കെ എടുക്കും. അങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിലെല്ലാമാണ് ഇപ്പോൾ ഈ ഒരു സിനിമ വരുന്നത്, ലെജൻഡ് ലിവിങ് വിത്ത് അസ് എന്ന് പറയുന്നത്. ആ സിനിമ അത് ഇപ്പോൾ എന്നോട് ഈ സംസാരിച്ചതുപോലെ തന്നെ ആ ഒരു ദയാബായിയുടെ മെഴ്സിയിൽ നിന്ന്, കരുണയിൽ നിന്ന് ദയാബായിലേക്ക് എത്തിയ ആ ഒരു ചിത്രമാണോ പറയുന്നത്? അതാണ്, എല്ലാം വാസ്തവമാണ്. പക്ഷെ മുഴുവനുമല്ല. there are so many important things to know. ഇത്തിരി ഗ്യാപ്പുണ്ട്. വേറൊരു സിനിമയും കൂടെ വല്ലവരും ഉണ്ടാക്കിയ ചിലപ്പം സംതിങ് മോർ ടു ബി ആഡഡ്. ഈ സിനിമയായിട്ട് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കോപ്പറേറ്റ് ചെയ്തതൊക്കെ? അല്ല, ഇറ്റ് വാസ് ഫൈൻ. പക്ഷേ അത്രയും പോരാന്നേ ഉള്ളൂ. ഞാൻ പറയാം, ഇനിയും പറയാനുണ്ട്. അത് ഒരുപാട് ഒരു സിനിമയിൽ കൊള്ളുന്നതിനപ്പുറത്തേക്ക് ഉണ്ട് നമുക്ക് പറയാൻ എന്നുള്ളത്.
ആ സിനിമ നൽകുന്ന പ്രധാന സന്ദേശം എന്തായിരിക്കും? ഇത് പ്രധാനമായിട്ട് എൻ്റെ ക്ലാസിങ് ആളുകളുമായിട്ട് മേർജ് ചെയ്യുന്ന, അങ്ങനെ ചെയ്തുകൊണ്ട് അവരിൽ ഒന്നായിട്ട് നിന്നുകൊണ്ട് അവരുടെ കൂടെ, പിന്നെ അവിടെയും ഞാൻ ആ ഭരണഘടനയുടെ ഒരൊറ്റ ശക്തിയിലാണ് നിൽക്കുന്നതും പ്രവർത്തിക്കുന്നത്. ഇനിയും ഒരുപാട് ഒരുപാട് പ്രവർത്തിക്കാനുള്ള ഊർജം, ആവേശം, ആ ശക്തി അതെല്ലാം തരട്ടെ. അങ്ങനെ കേരളത്തിനും ദയാബായി കേരളത്തിൻ്റെ കൂടി കൂടുതൽ നേരം കേരളത്തിൽ തന്നെ സജീവമാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഒരുപാട് നന്ദി. ഒത്തിരി നന്ദി. താങ്ക് യു.